ഇന്നലെ കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൻ്റെ ചർച്ചയിൽ ഈ തിരൂരിലെ തുഞ്ചൻപറമ്പിലെ എഴുത്തച്ഛൻ്റെ പ്രതിമ ചർച്ചയായി വരുന്നു. അപ്പോൾ അതിൻ്റെ അവതാരകൻ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് നുണപ്രചാരണങ്ങൾ നടത്തുന്നത്? തുഞ്ചൻപറമ്പിലെ എന്തുകൊണ്ടായിരിക്കും ഇത്രയും നാളായിട്ടും ഈ പ്രതിമ സ്ഥാപിക്കാൻ കഴിയാത്തത്? അങ്ങനെ ആരെങ്കിലും അത് സൂചിപ്പിക്കുമ്പോൾ അത് നുണ പറയുന്നു, വർഗീയത പറയുന്നു. എന്താ എഴുത്തച്ഛൻ വർഗീയവാദിയാണോ? ശ്രീജിത്തിന് ഒരു ചാനലിൽ പ്രവർത്തിക്കുന്നുള്ളത് കൊണ്ട് ഒരു ആ പ്രവർത്തന മേഖലയുടെ മര്യാദയുടെ ഭാഗമായി പേര് പറയാൻ മടിയുണ്ടാവും. റിപ്പോർട്ടർ ചാനൽ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. റിപ്പോർട്ടർ ചാനലിലെ ഹാഷ്മിയാണ് ഈ ചർച്ചയിൽ ഇങ്ങനെ ഇടപെട്ട് സംസാരം ഉണ്ടായത്. 24 ചാനൽ, 24 റിപ്പോർട്ടറും മാധ്യമവും എല്ലാം സമാനമായ തരത്തിൽ പോകുന്ന ചാനലുകളാണ്. അവിടെ എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം, ആ തുഞ്ചൻപറമ്പിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞ ഉടനെ, എഴുത്തച്ഛൻ്റെ പ്രതിമയുടെ വിഷയം പറഞ്ഞു കഴിഞ്ഞ ഉടനെ പ്രകോപിതനായ ഹാഷ്മി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തനത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ വാചാലനായ വർഗീയവാദിയാണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. വർഗീയതയുടെ ഭാഷ തന്നെ സംസാരിക്കുകയും തങ്ങളൊക്കെയാണ് വർഗീയതയ്ക്ക് എതിരെ നിൽക്കുന്നതെന്നും മതേതരത്വത്തിൻ്റെ വക്താക്കളെന്നും പറയാൻ വേണ്ടി ഇവിടെ ഹിന്ദുവിരുദ്ധ വർഗീയതയും ന്യൂനപക്ഷ പ്രീണന വർഗീയതയും പിന്തുടർന്നു പോരുന്ന ഹാഷ്മിയെ പോലെയുള്ള മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേക ഒരു പ്രതിബദ്ധതയുണ്ട്, കഴിവുണ്ട് അവർക്ക്. ആ കഴിവിനെ ഞാൻ കുറച്ച് കാണുന്നില്ല. എന്താണ് ആ ചോദ്യത്തിൽ അദ്ദേഹത്തിന് ഇത്ര പ്രകോപിതനാകാൻ കാരണമുണ്ടായത്? തുഞ്ചൻപറമ്പിലെ ആ പ്രതിമയുടെ ആവശ്യം കേരളത്തിൽ ഉയർന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനോട് മലയാള ഭാഷയ്ക്കുള്ള കടപ്പാട്, ആ സ്മരണ, അതിന് പ്രതിമയുടെ ഒന്നും ആവശ്യമില്ല. മലയാളിക്ക് എഴുത്തച്ഛനെ ഓർക്കാൻ വേണ്ടി ഒരു പ്രതിമയുടെ ആവശ്യമില്ല. എങ്കിലും അങ്ങനെയൊന്നാകാം എന്ന് കരുതിയപ്പം അത് പാടില്ല, മലപ്പുറത്തിൻ്റെ മണ്ണിൽ അത് പാടില്ല എന്ന് പറയുന്നതിന് മലപ്പുറം എന്താ പാകിസ്ഥാനകത്താണ്? അത് പാകിസ്ഥാനിലായതുകൊണ്ടാണോ കാശ്മീർക്കും അത് വേണമെന്ന് പറയുന്നവരെ അനാവശ്യമായി വെല്ലുവിളിക്കുന്നതിനുള്ള പ്രകോപനമുണ്ടാകുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതേതായാലും ആ പ്രതിമയെ അവിടെ സ്ഥാപിക്കുന്നതിനെ എതിർത്തവരെയും, അതിന് MG വാസുദേവൻ നായരുടെയൊക്കെ പേര് പറയുന്നത് കേട്ടു. MG വാസുദേവൻ നായരും അക്ഷരാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ചട്ടക്കൂടില് ഹിന്ദുവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവരോടൊപ്പം നിന്ന അതേ സമയത്ത് തന്നെ ഒരു സന്ദർഭത്തിലും മുസ്ലിം വർഗീയതയുടെ മലബാർ പ്രദേശം പൊതുവെ കാണുകയും ഈ പറയുന്ന തിരൂർ പോലുള്ള പ്രദേശങ്ങൾ നേരിട്ട് അനുഭവിക്കുകയും ചെയ്ത ആ മാപ്പിളകളെക്കുറിച്ച് പോലും വേണ്ട തരത്തിൽ പ്രതികരിച്ചിട്ടില്ലാത്ത സാംസ്കാരിക വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു MGയും. അതുകൊണ്ട് MGയുടെ പേര് പറഞ്ഞൊന്നും ഹാഷ്മി ഈ അദ്ദേഹത്തിൻ്റെ വാദത്തെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ സഹികെട്ടൊരു കാര്യമായത്. അത് ഒരു കാര്യം ഓർക്കൂ, പണ്ട് ഇതുപോലായിരുന്നു സക്കറിയയുടെ ഒരു സിനിമ, അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനിച്ച സിനിമ. ആ സിനിമയ്ക്കകത്ത് ദേവിയെ അധിക്ഷേപിക്കുന്ന ഒരു രംഗം സക്കറിയ എഴുതി ചേർത്തു. അത് വേണ്ട എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ തീരുമാനിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്, അതിനെ സക്കറിയ എന്ന് പറയുന്ന ക്രിസ്ത്യൻ വർഗീയവാദി എന്ന് തന്നെ ഞാൻ പറയും. എനിക്കതിന് മടിയില്ല. ബോധപൂർവം അയാൾ എഴുതി ചേർത്ത ആ വർഗീയ കടന്നുകയറ്റത്തിൻ്റെ രംഗം സിനിമയിൽ കാണിക്കാതിരുന്നതിന് അടൂർ ഗോപാലകൃഷ്ണൻ സവർണ ഫാസിസ്റ്റ് വർഗീയവാദിയാണെന്നാണ് അക്കാലത്ത് സക്കറിയ പറഞ്ഞത്. ഇതൊക്കെ അവരൊക്കെ കണക്കുകൂട്ടുന്നത് കേരള സമൂഹം മതേതര പക്ഷത്താണ്. അപ്പോൾ അന്ന് അടൂർ ഗോപാലകൃഷ്ണനും പിന്നീട്
ജയ് ശ്രീരാം എന്ന് വിളിച്ചാൽ പ്രകോപനപരമായ മുദ്രാവാക്യമാണെന്നൊക്കെ യുദ്ധം പ്രേരിപ്പിക്കുന്ന, പോരാട്ടം പ്രേരിപ്പിക്കുന്ന പ്രകോപനപരമായ മുദ്രാവാക്യമാണ് ജയ് ശ്രീരാം എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന ആളുകളുടെ വിധേയനാകാൻ അതേ അടൂർ ഗോപാലകൃഷ്ണൻ തയ്യാറായെന്നുള്ളത് മറ്റൊരു വിധി വൈപരീത്യം. പക്ഷെ ഇവിടെ പറയുന്നത് നമുക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് കേരളത്തിൽ തിരുവനന്തപുരത്തോ കൊട്ടാരക്കരയോ കോട്ടയത്തോ ആലപ്പുഴയോ കണ്ണൂരോ ഒക്കെ ആകാമെങ്കിൽ എന്തുകൊണ്ട് EMS ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം കുറിച്ചെഴുതി കൊടുത്ത ആ മലപ്പുറം എന്ന് പറയുന്ന മതപരമായ ചട്ടക്കൂട്ടിൽ ഉണ്ടാക്കിയെടുത്തൊരു റവന്യൂ ജില്ലയിൽ മാത്രം ഒരു പ്രതിമ പാടില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാരണമാണ് പറയേണ്ടത്. അതെന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ളത് കേരളത്തിൽ ഭരിക്കുന്ന എല്ലാ സർക്കാരുകളും, മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും, അല്ല അതാണ് അത്തരം ചർച്ചകൾ ഒളിപ്പിച്ചു വയ്ക്കാനുള്ള ശ്രമമല്ലേ ഇപ്പോൾ കേരളം? അത് തന്നെയാ പറയും. ഒളിപ്പിച്ചു വെക്കുന്ന തന്നെയല്ല, ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കശ്മീർ ചെയ്ത ആളാണ്, ആ പറഞ്ഞ വക്താവിനോട് തിരിച്ചടിക്കുക. വർഗീയവാദിയാണ്. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ 1001 പേര് കമ്മിറ്റി ഉണ്ടാക്കി. അവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ കമ്മിറ്റി ഉണ്ടാക്കിയത്. സർക്കാർ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടല്ലേ കമ്മിറ്റി ഉണ്ടാക്കേണ്ടി വന്നത്. അപ്പൊ ആ വർഗീയവാദം യഥാർത്ഥത്തിൽ കാണിക്കുന്നത് സർക്കാരും ഹാഷ്മിയെ പോലെയുള്ള മാധ്യമ വർഗീയവാദികളുമാണ്. അവർ സ്വന്തം മനസ്സിലുള്ള ആ വർഗീയവാദത്തിൻ്റെ അടിസ്ഥാന ഭാവത്തെ മറച്ചു വെച്ചുകൊണ്ട് മലപ്പുറത്താണെങ്കിൽ മലപ്പുറത്ത്, തിരൂരാണെങ്കിൽ തിരൂര്, ഞങ്ങൾക്ക് പ്രഭാവമുള്ള, ഞങ്ങൾക്ക് സ്വാധീനമുള്ള ചെറിയ പ്രദേശത്തെങ്കിലും ഞങ്ങളുടെ ഭരണം ഉണ്ടാവണം, ഞങ്ങൾ പറയുന്നത് നടക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ മറുവശം, അതായത് മതനിരപേക്ഷതയുടെ സർവധർമ്മ സമഭാവനയുടെ ഭാഗമായി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രതിമ കൊണ്ടുവരാൻ വന്നാൽ പോലും കൊണ്ടുവരുന്നവരുടെ തല ഞങ്ങൾ എടുക്കും എന്ന് പറയുന്ന ഒരു ധിക്കാരമുണ്ടല്ലോ. പക്ഷെ ആ മലപ്പുറത്ത് വാര്യംകുന്നന്റെ ഒരു ഹോൾ തന്നെ ഉണ്ടല്ലോ, സ്മാരക. കാരണമുണ്ട്. വാര്യംകുന്നൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുവിനെ വെട്ടിക്കൊന്നവനാണ്. ഹൈന്ദവ സമൂഹത്തെ വെട്ടിക്കൊന്ന് ആ കിണറ്റിൽ കുഴിച്ചുമൂടിയ വാര്യംകുന്നനെ അവർക്ക് സ്വീകാര്യമാണ്. അയാളുടെ പ്രതിമയും വേണം, അയാളെക്കുറിച്ച് സിനിമകൾ ഇറങ്ങണം. ആ ഒരു ഭാവം, ആ ഒരു ധിക്കാരത്തിൻ്റെ, പാകിസ്ഥാനെ ആണെങ്കിലും ഭാരതത്തിന് പുറത്തുള്ളതാണെങ്കിലും ഇസ്ലാമിക തീവ്രവാദികളുടെ, ഭീകരവാദികളുടെ പിന്തുണയും സാമ്പത്തിക സഹായവും ലഭിക്കുന്നതിൻ്റെ പേരിലുള്ള ധിക്കാരം ഇവരോടൊപ്പം നിൽക്കാൻ വേണ്ടിയും കേരളത്തിലെ വോട്ടിന് വേണ്ടി പിന്നാലെ പോകുന്ന ഇടത് വർഗീയ മുന്നണിയും വലത് വർഗീയ മുന്നണിയും അനുവദിച്ചു കൊടുക്കുന്ന സാഹചര്യം വേണ്ട പോലെ ഉപയോഗിക്കുകയാണ് ഈ വർഗീയവാദികൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ശബരിമലയിലും അതുപോലെ തളിക്ഷേത്രത്തിലും നിലയ്ക്കൽ പ്രശ്നത്തിലുമൊക്കെ കേരളം ഉണർന്ന് പ്രവർത്തിച്ചതുപോലെ വീണ്ടും ഒരു കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തു നിന്നും മത ജാതി ഭേദങ്ങൾക്ക് അതീതമായി സാംസ്കാരിക രംഗത്തു നിന്നും ഒരു ഉണർവും ആ ഉണർവിൻ്റെ പ്രചോദനത്തിലുണ്ടാകുന്ന ഒരു പോരാട്ടവും നടത്തി തുഞ്ചൻ പറമ്പിൽ രാമാനുജൻ എഴുത്തച്ഛൻ്റെ മലയാള ഭാഷയുടെ പിതാവിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതിലേക്ക് നീങ്ങേണ്ടി വരും. അതിനും വലിയ കാലതാമസമൊന്നും ഉണ്ടാവില്ല എന്ന് ഇപ്പം വർഗീയതയുടെ പേരിൽ കേരള സമൂഹത്തെ അടച്ചു കാണുന്ന ഫാസിസ്റ്റ് മനോഭാവക്കാർ, വർഗീയതയുടെ മനോഭാവക്കാർ ഓർത്തുകൊള്ളട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.